യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവസന്നിധിയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനം. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന വചനങ്ങൾ, എന്ത് ചെയ്യണമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് അനുസരിക്കുവാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുവാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അത് മോശയിലൂടെയാണെങ്കിലും യേശുക്രിസ്തു വഴിയാണെങ്കിലും, കൽപ്പനകൾ പാലിക്കാനാണ്. പരമപ്രധാനമായ 1-ാം പ്രമാണം പാലിക്കുക. മറ്റ് പ്രമാണങ്ങളും മറ്റ് കൽപ്പനകളും പാലിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും അധികമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് 1-ാം പ്രമാണം, 1-ാമത്തെ കൽപ്പന. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുവാൻ പാലിക്കുവാൻ തുടങ്ങിയാൽ അന്ന് മുതൽ നമ്മൾക്ക് പ്രോസ്പെരിറ്റി ലഭിക്കുവാൻ തുടങ്ങും. ദൈവകൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എളിമപ്പെടും. നമ്മൾ എളിമപ്പെടുമ്പോൾ ദൈവത്തെ നമ്മൾ അനുസരിക്കുകയാണ്. അങ്ങനെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരും, ഐശ്വര്യം നിങ്ങളിലേക്ക് കടന്നു വരും. സോ പ്രോസ്പെരിറ്റി ലഭിക്കുവാൻ ഏറ്റവും എളുപ്പമായ കാര്യമാണ് ദൈവത്തെ അനുസരിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ദൈവകരുണയാൽ സമൃദ്ധമായ ഐശ്വര്യം നിങ്ങൾ ആസ്വദിക്കുവാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.